ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ ഇപ്പോൾ ഈ വീക്ക് എന്ന് വെച്ചാൽ വാലന്റൈൻസ് ഡേ വീക്കാണ്. എന്താണെന്ന് വെച്ചാൽ റോസ് ഡേ, പ്രോമിസ് ഡേ, അങ്ങനെ എന്തൊക്കെയോ കുറേ ഡേകളൊക്കെ ഉണ്ട്. ആക്ച്വലി എനിക്കിതൊന്നും അറിയില്ല, പിന്നെ പിള്ളേരൊക്കെ പറയണ കേട്ടു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ വാലന്റൈൻസ് ഡേക്കൊക്കെ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുമല്ലോ നമ്മളല്ല, ലവേഴ്സ്. അപ്പോൾ അവർ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പറ്റിയ ഒരു എക്സ്പ്ലോഷൻ ബോക്സ് ആണ് ഉണ്ടാക്കാൻ പോണേ. നമുക്ക് വാലന്റൈൻസ് ഡേക്ക് മാത്രമല്ല ബർത്ത്ഡേക്ക് ആയാലും ഒക്കെ കൊടുക്കാം. അപ്പോൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ അതിനു മുമ്പ് ഈ വീഡിയോയിൽ നമ്മളൊരു ഗിവ് അവേ വെക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ അതിനകത്ത് ബെസ്റ്റ് കമൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൽ പ്രൊപ്പോസ് ചെയ്യണം. ആ പ്രൊപ്പോസൽ കാണുമ്പോൾ തന്നെ നമുക്ക് യെസ് പറയാൻ തോന്നണം. അങ്ങനെ ഒരു പ്രൊപ്പോസൽ നമ്മൾ ഈ ഗിഫ്റ്റ് ബോക്സ് ഗിവ് അവേ ആയിട്ട് തരണതായിരിക്കും. അപ്പോൾ നിങ്ങളാണ് വിന്നർ എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊപ്പോസിന് അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റിൻ്റെ താഴെ ഞാൻ ഇങ്ങനെ കമൻറ്റ് ചെയ്യും വിന്നറാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ ഇൻസ്റ്റയിൽ FBയിൽ ഇങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് ഞാൻ തരണതായിരിക്കും. അപ്പോൾ നമുക്ക് അധികം സമയം കളയണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോകാം. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മളിതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ചാർട്ട് പേപ്പർ എടുക്കുക. ഞാനൊരു പിങ്ക് കളർ ചാർട്ടാണ് എടുത്തേക്കണേ. ഇനി നമുക്ക് ഒരു 39 സെൻറ്റിമീറ്റർ ലെങ്ത്തും വിടുത്തുള്ള ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ ബോക്സിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് 13 സെൻറ്റിമീറ്റർ ആണ് വരെ. അത് നമ്മൾ പെൻസിൽ വെച്ചൊന്ന് വരച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കോർണറിൽ നമുക്കൊരു ഹാർട്ട് ഷേപ്പിൽ ഓപ്പൺ ചെയ്യുമ്പോൾ വരണം, അതും കൂടി ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ ഒരേ അളവിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരച്ചു കൊടുക്കണം. അതുപോലെ 4 കോർണേഴ്സിൽ നിന്നും വരച്ച് കൊടുക്കുക ഹാർട്ട്. ഇനി നമ്മൾ ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ 13 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഭാഗത്ത് ഇങ്ങനെ മടക്കിയിട്ട് ബോക്സ് പോലെ ആക്കി എടുക്കണം. നമ്മൾ ഓരോ സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കി കൊണ്ടുവരാം. ഈ കോർണറിലുള്ള ഈ സ്ക്വയറിൻ്റെ ഡയഗണലായിട്ട് നമ്മളൊന്ന് മടക്കി കൊടുക്കണം. ഇത് നമ്മൾ ബോക്സ് ആക്കുമ്പോൾ ഉള്ളിലേക്ക് മടക്കി വെക്കാനുള്ള പോർഷനാണ്. അപ്പോൾ അതുപോലെ എല്ലാ കോർണറിൽ നിന്നും ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ആ കോർണറിലത്തെ അവിടെ ഹാർട്ട് ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ കോർണേഴ്സിൽ നിന്നും ഹാർട്ട് പോലെ ആക്കിയിട്ട് ഇനി ഇത് കണ്ട ഇങ്ങനെ ഉള്ളിലേക്ക് മടങ്ങി പോവാനുള്ള പോർഷനാണിത്. നമുക്ക് ഇതിൻ്റെ പോലെ തന്നെ ചെറിയ സൈസിലുള്ളത് ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കണം. അതിന് ഞാൻ ഇവിടുന്ന് ഒരു 30 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു സ്ക്വയർ പീസ് ഓഫ് ഷീറ്റ് വീണ്ടും വെട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ അതുപോലത്തെ ഒരു ചെറുതും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ബ്ലാക്ക് ചാർട്ട് വെച്ചിട്ട് കുറച്ച് ഹാർട്ട്സ് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ സ്ക്വയർ ഒരു 10 സെൻറ്റിമീറ്റർ ലെങ്ത്തും വിടുത്തുള്ള ഒരു സ്ക്വയറാണ് കട്ട് ചെയ്തെടുത്തേക്കണേ. എന്നിട്ട് അതിൽ നിന്ന് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്യുകയാണ് ചെയ്തേക്കണം. ഇനി ഇവിടെ ഞാൻ എടുത്തേക്കണത് 30 സെൻറ്റിമീറ്റർ ലെങ്ത്തും 10 സെൻറ്റിമീറ്റർ വിടുത്തുള്ള ഒരു പീസ് ഓഫ് പേപ്പറാണ്. അത് മടക്കി ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഹാർട്ട് ഷേപ്പൊക്കെ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ 4 ഭാഗത്തും അതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പിലുള്ളത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് 10 സെൻറ്റിമീറ്റർ ആണ് ഓരോ സൈഡിൻ്റെ ലെങ്ത്ത്. എന്നിട്ട് അതിൻ്റെ ചുറ്റും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഒരു ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് പല ഐറ്റംസ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ 4 പോർഷൻസും ഫില്ലാക്കണം. ഇപ്പോൾ നമ്മൾ 4 പോർഷൻസും ഏകദേശം ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി നമുക്ക് ഫില്ല് ചെയ്യാം. ഞാൻ കുറച്ച് ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ കൂടെ ഒട്ടിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗിവ് അവേയിൽ നിങ്ങൾക്ക് ഈ ബോക്സ് മാത്രമല്ല ഈ ഡയറി മിൽക്കിട്ട് ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. ആ നമ്പറേക്ക് മിസ് കോൾ അടിച്ച് നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ വരെ കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ വെറും ഗിവ് അവേ അല്ല നടത്തണേ, സ്മാർട്ട് ഫോണൊക്കെ തരണ ഗിവ് അവേ ആണ് നടത്തണേ. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ.
ഇനി ഞാൻ കുറച്ച് ബ്ലാക്ക് ചെറിയ ചെറിയ ഹാർട്സുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അവിടെ ഇവിടേക്കായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഈ ബോക്സിന് ഒരു മൂടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ ബോക്സിൻ്റെ ലെങ്ത് എത്രയാണ്? 13 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ 13 സെൻറ്റിമീറ്ററുള്ളൊരു ബോക്സ് വരച്ചിട്ട് അതിന് ചുറ്റും കുറച്ച് പോർഷൻ ഒരു 4 സെൻറ്റിമീറ്റർ ഒക്കെ വിട്ടിട്ട് വീണ്ടും ഒരു ബോക്സ് വരയ്ക്കാം. എന്നിട്ട് നമ്മൾ ആ 13 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ആ ബോക്സ് വരച്ചിട്ടില്ലേ, അതിൻ്റെ ആ പോർഷനൊക്കെ ഒന്ന് മടക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഈ കോർണറിൽ നിന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഈ കോർണർ കണ്ട ആ ഡയഗണലായിട്ടൊന്ന് മടക്കിയിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കാം. അതുപോലെ നമ്മൾ 4 പോർഷനിൽ നിന്നും ഇങ്ങനെ കോർണറിൽ നിന്ന് മടക്കിയിട്ട് നമ്മൾ മൂടി ശരിയാക്കി എടുക്കാം. നമുക്ക് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ഞാൻ അവിടെ വൈറ്റ് ജെൽ പെൻ വെച്ച് കുറച്ചൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എഴുതാനുള്ള വിഷസൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളൊക്കെ എഴുതി കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഒരു ബോക്സ് ഉണ്ടാക്കിയെടുക്കണം, അതിൻ്റെ നടുവിൽ വയ്ക്കാനായിട്ട്. ഞാൻ ഇവിടെ ബ്ലാക്ക് ബോക്സ് ആണ് ഉണ്ടാക്കണം. ഇങ്ങനെ ബോക്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കി നോക്കാം. ഇതിലും അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യണേ. ഇപ്പോൾ നമ്മൾ 8 സെൻറ്റിമീറ്റർ ലെങ്ത്തും വിടുത്തുള്ളൊരു ബോക്സാണ് ഉണ്ടാക്കണേ. അപ്പോൾ നമ്മൾ ഒരു 24 വിഡ്ത്തും ലെങ്ത്തുള്ള ഒരു സ്ക്വയർ പീസ് ഓഫ് പേപ്പർ കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 8 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ ലൈൻസ് വരച്ചിട്ട് ഇതുപോലെ മടക്കി എടുക്കാം. ഇനി ഈ കോർണറുള്ള ബോക്സിൻ്റെ ഡയഗണലായിട്ട് നമ്മൾ മടക്കി കൊടുത്തിട്ട് അത് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വയ്ക്കണം. ഇതുപോലെ തന്നെ എല്ലാ കോർണേഴ്സിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. ആ കോർണറുള്ള ബോക്സിൻ്റെ ഡയഗണൽ മടക്കിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വയ്ക്കാം. അപ്പോൾ നമുക്കൊരു ബോക്സ് ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ ആ ബോക്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിന് നടുവിൽ വെച്ച് കൊടുത്തു. അതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി 2 ലെയേഴ്സും ഇങ്ങനെ ജോയിൻ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക.